വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 6ാം ക്ലാസ്സിലെ ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററിലെ നോട്ട്സൊക്കെയാണ്. വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി? എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഫൗണ്ട് ഇൻ എ പർട്ടിക്കുലർ റീജിയൻ is called the biodiversity of that region. ഒന്നും കൂടി പറയാം. A variety of plants and animals found in a particular region is called the biodiversity of that region. ഒരു പ്രദേശത്തെ ജൈവ വൈവിധ്യത്തിനാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ട്രീസ്? Trees are tall plants having hard, thick and brown woody stems. Branches rise higher up the stem. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ട്രീസ് ആർ ടോൾ പ്ലാന്റ്സ് ഹാവിങ് ഹാർഡ്, തിക്ക് ആൻഡ് ബ്രൗൺ വുഡി സ്റ്റെംസ്. രണ്ട്, ബ്രാഞ്ചസ് റൈസ് ഹയർ അപ്പ് ദി സ്റ്റെം. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ഷ്രബ്സ്? ഷ്രബ്സ് എന്താണ്? ആൻസർ ഇങ്ങനെ പറയാം നമുക്ക്. ഷ്രബ്സ് ആർ നോട്ട് tall as trees. Shrubs are not tall as trees. Often have many hard woody stems. But not as thick as those of trees and are called shrubs. Shrubs are not tall as trees. മരങ്ങളുടെ അത്രയും തന്നെ ഉയരമില്ല. ഷ്രബ്സിന് മരങ്ങളുടെ അത്ര ഉയരമില്ല. Often have many hard woody stems. പല തടികളുണ്ട്. Have many hard woody stems. Woody stems പലതാണ്. അപ്പോൾ പ്രധാന തടിയില്ല എന്നാണ്. ബട്ട് നോട്ട് ആസ് തിക്ക് ആസ് ദോസ് ട്രീസ്. മരങ്ങളുടെ അത്രയും തടിക്ക് വണ്ണവുമില്ല. ആൻഡ് ആർ കോൾഡ് ഷ്രബ്സ്. അവയാണ് ഷ്രബ്സ് എന്ന് പറയുന്നത്. വാട്ട് ആർ ഹെർബ്സ്? ഹെർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം പ്ലാന്റ്സ് ആർ ടിപ്പിക്കലി സ്മോൾ വിത്ത് സോഫ്റ്റ് ഗ്രീൻ സ്റ്റെംസ്. ചില പ്ലാന്റ്സൊക്കെ ദ ആർ ടിപ്പിക്കലി സ്മോൾ, വളരെ ചെറുതായിരിക്കും. വിത്ത് സോഫ്റ്റ് ഗ്രീൻ സ്റ്റെംസ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. ദീസ് ആർ കോൾഡ് ഹെർബ്സ്. പെപ്പറോമിയ, പോലുമഷി, അതൊരു ഹെർബാണ് കേട്ടോ. വാട്ട് ആർ ക്ലൈംബേഴ്സ്? ക്ലൈംബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലൈംബേഴ്സ് ആർ വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സ്. ക്ലൈംബേഴ്സ് വള്ളിച്ചെടികളാണ്. ദേ ആർ വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സ്. ദേ നീഡ് സപ്പോർട്ട് ടു ക്ലൈംബ് ആൻഡ് ഗ്രോ. അവയ്ക്ക് വളരാനായിട്ടും മുകളിലോട്ട് ഉയർന്നു കയറാനും സപ്പോർട്ട് വേണം. ദേ ആർ കോൾഡ് ക്ലൈംബേഴ്സ്. ഒരിക്കൽ കൂടി പറയാം. ക്ലൈംബേഴ്സ് ആർ വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സ്. ദേ നീഡ് സപ്പോർട്ട് ടു ക്ലൈംബ് ആൻഡ് ഗ്രോ. അടുത്തത്, വാട്ട് ആർ ക്രീപ്പേഴ്സ്? എന്താണ് ക്രീപ്പേഴ്സ് അല്ലെ ഇഴവള്ളികൾ എന്ന് പറയുന്നത്? സം പ്ലാന്റ്സ് ക്രീപ്പ് അലോങ് ദ ഗ്രൗണ്ട് ആൻഡ് ആർ കോൾഡ് ക്രീപ്പേഴ്സ്. ഉത്തരം ഇതാണ്. സം പ്ലാന്റ്സ് ക്രീപ്പ് അലോങ് ദ ഗ്രൗണ്ട്. ദേ ആർ കോൾഡ് ക്രീപ്പേഴ്സ്. നിലത്തൂടെ ഇഴഞ്ഞു വളരുന്നവയാണ്. ദേ ആർ ക്രീപ്പേഴ്സ്. അടുത്തത്, വാട്ട് ഈസ് വീനേഷൻ? വീനേഷൻ എന്താണ്? പാറ്റേൺസ് ഓഫ് വെയിൻസ് ഓൺ ദ ലീഫ് ആർ കോൾഡ് വീനേഷൻ. പാറ്റേൺസ് ഓഫ് വെയിൻസ് ഓൺ ദ ലീഫ് ആർ കോൾഡ് വീനേഷൻ. ഇലകളിൽ കാണുന്ന വെയിനിൻ്റെ പാറ്റേണിനാണ് വീനേഷൻ എന്ന് പറയുന്നത്. അടുത്തത്, വാട്ട് ഈസ് റെട്ടിക്കുലേറ്റ് വീനേഷൻ? എന്താണ് റെട്ടിക്കുലേറ്റ് വീനേഷൻ? In some plants, there are net-like patterns of vein on both sides of the middle vein. ഒരിക്കൽ കൂടി പറയാം. In some plants, there are net-like patterns of vein on both sides of the middle vein. This pattern is called reticulate venation. What is parallel venation? What is parallel venation? In some leaves, veins run parallel. This pattern is called parallel venation. Example, in the leaves of grass. ഗ്രാസിൻ്റെ ലീവ്സിൽ കാണുന്ന പാരലൽ venation ആണ്. Then, what is taproot? Roots of certain plants consist of one main root. ഒരു പ്രധാന വേര് കാണും. ആൻഡ് സ്മോൾ സൈഡ് റൂട്ട്സ് അറൈസിങ് ഫ്രം ഇറ്റ്. അതിൽ നിന്നായിരിക്കും സൈഡ് റൂട്ട്സ് ഉണ്ടാകുന്നത്, ചെറിയ സൈഡ് റൂട്ട്സ്. ദിസ് മെയിൻ റൂട്ട് ഈസ് കോൾഡ് ടാപ്പ് റൂട്ട്. ആ പ്രധാന റൂട്ടിനാണ് ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത്. മലയാളത്തിൽ തായ്വേരെന്നാണ് പറയുന്നത്. എക്സാമ്പിൾ, റൂട്ട്സ് ഓഫ് മാംഗോ ട്രീ. ഉദാഹരണം, റൂട്ട്സ് ഓഫ് മാംഗോ ട്രീ. നമുക്ക് ഒന്നുകൂടെ പറയാം.
വാട്ട് ഈസ് ടാപ്പ് റൂട്ട്? എന്താണ് ടാപ്പ് റൂട്ട്? റൂട്ട്സ് ഓഫ് certain plants consist of one main root and small side roots arising from it. This main root is called tap root. Example, roots of mango tree. Roots of mango tree. What is fibrous root system? നാരുവേര് പടലം എന്നാൽ എന്താണെന്ന ചോദ്യം. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്നാൽ എന്താണ്? റൂട്ട്സ് ഓഫ് certain plants appear as a bunch of similar sized thin roots. ചില ചെടികളുടെ വേരുപടലം ഒരേ വലിപ്പത്തിലുള്ള സിമിലർ സൈസ്ഡ് ആയിരിക്കും. തിൻ റൂട്ട്സ്, മെലിഞ്ഞ വേരുകൾ, ഒരേ വലിപ്പത്തിലുള്ള മെലിഞ്ഞ വേരുകൾ. എറൈസർ ഇൻ ദ ബേസ് ഓഫ് ദ സ്റ്റെം, സ്റ്റെമ്മിൻ്റെ ചുവട്ടിൽ നിന്ന് തുടങ്ങും. സച്ച് റൂട്ട് സിസ്റ്റം ഈസ് കോൾഡ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. അങ്ങനത്തെ റൂട്ട് സിസ്റ്റത്തിന് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. എക്സാമ്പിൾ, റൂട്ട്സ് ഓഫ് പാഡി പ്ലാന്റ്, റൂട്ട്സ് ഓഫ് പ്ലാന്റെയിൻ, റൂട്ട്സ് ഓഫ് കോക്കനട്ട് ട്രീ. അതെല്ലാം ഉദാഹരണമാണ്. തെങ്ങിൻ്റെ വേരുകൾ, അതുപോലെ തന്നെ വാഴയുടെ വേരുകൾ, അല്ലെങ്കിൽ നെല്ലിൻ്റെ വേരുകൾ, അതെല്ലാം ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാണ്. കേട്ടോ. അടുത്തത് ടൈപ്പ് ഓഫ് ലീഫ് വീനേഷനാണ്. ടൈപ്പ് ഓഫ് ലീഫ് വീനേഷൻ. നെയിം ഓഫ് ദ പ്ലാന്റ്, ടൈപ്പ് ഓഫ് വീനേഷൻ, ടൈപ്പ് ഓഫ് റൂട്ട് എന്നിവ കൊടുത്തിട്ടുണ്ട് താഴെ. നോക്കിയേ. നെയിം ഓഫ് പ്ലാന്റ് ഗിനി ഗ്രാസ്. ഗിനി ഗ്രാസ് പശുവൊക്കെ തിന്നുന്ന ഒരു തരം പുല്ലാണ് ഗിനി പുല്ല്. അതിൻ്റെ ടൈപ്പ് ഓഫ് വീനേഷൻ പാരലൽ വീനേഷനാണ്. ഇലയിൽ പാരലൽ വീനേഷനാണെന്ന്. റൂട്ടിലാണല്ലോ ഫൈബ്രസ് റൂട്ടാണെന്ന്. റൂട്ട് സിസ്റ്റം ഫൈബ്രസ് റൂട്ടാണ്. നാരുവേര് പടലമുള്ളത്. രണ്ടാമത്തെ എക്സാമ്പിൾ പ്ലാന്റെയിനാണ്. വാഴയിൽ പാരലൽ വീനേഷനാണ് കാണുന്നത്. ഇലയിൽ പാരലൽ വീനേഷനാണ് അല്ലേ ഉള്ളത്. വേരിലാണ് ഫൈബ്രസ് റൂട്ട്. എല്ലാ വേരുകളും ഒരേ വലിപ്പത്തിലുള്ളതും ആ തടിയുടെ ചുവട്ടിൽ നിന്ന് പുറപ്പെടുന്നതുമാണ് അല്ലേ. ദെൻ തുളസി, അത് വേറൊരു എക്സാമ്പിളാണ്. അത് ഏതിനുള്ള എക്സാമ്പിളാണ്? അത് റെട്ടിക്കുലേറ്റ് വീനേഷനായിട്ടുള്ള ചെടിയുടെ ഉദാഹരണങ്ങളാണ്. റെട്ടിക്കുലേറ്റ് വീനേഷൻ. തുളസി റെട്ടിക്കുലേറ്റ് വീനേഷനാണ്. ടാപ്പ് റൂട്ട് സിസ്റ്റവുമാണ്. മാംഗോ ട്രീ റെട്ടിക്കുലേറ്റ് വീനേഷനുമാണ്, ടാപ്പ് റൂട്ട് സിസ്റ്റവുമാണ്. അപ്പം ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. ടാപ്പ് റൂട്ട് പ്ലാന്റ്സ് ഹാവ് റെട്ടിക്കുലേറ്റ് വീനേഷൻ. ടാപ്പ് റൂട്ട് പ്ലാന്റ്സിന് റെട്ടിക്കുലേറ്റ് വീനേഷനാണ്. ഫൈബ്രസ് റൂട്ട് പ്ലാന്റ്സ് ഹാവ് പാരലൽ വീനേഷൻ. ഫൈബ്രസ് റൂട്ട് ഉള്ള ചെടികൾക്കെല്ലാം പാരലൽ വീനേഷനും ആയിരിക്കും. മനസ്സിലായോ? നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ വെച്ച് കാണാം. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.